കഴിഞ്ഞ 2 ദിവസമായി പാക് അധിനിവേശ കശ്മീരിൽ വലിയ തോതിലുള്ള സംഘർഷം തുടരുകയാണ്. കശ്മീർ സുരക്ഷാ സേനയും അവിടുത്തെ പ്രാദേശികമായ പ്രതിഷേധക്കാരും തമ്മിലാണ് വലിയ സംഘർഷം ഉടലെടുത്തിരിക്കുന്നത്. മരണം 30 എന്നുള്ള വാർത്തയാണ് ആശങ്കയുണ്ടാക്കുന്നത്. 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. JSC, അതായത് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന സംഘടനയെ അധികൃതർ നിരോധിച്ചതിന് പിന്നാലെയാണ് ഈ വലിയ സംഘർഷം അവിടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. മേഖലയിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിഷേധങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിനെ അടിച്ചമർത്താനുള്ള ശ്രമം പാക് സൈന്യത്തിൻ്റെ, അവിടുത്തെ പാക് പട്ടാളത്തിൻ്റെ, പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതാണ് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത്. ക്രമസമാധാനം, സുരക്ഷ, ഒപ്പം തൊഴിലില്ലായ്മ അടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. ആദ്യം ഒരു വ്യാപാരി വെടിയേറ്റ് മരിച്ചു. തുടർന്ന് വലിയ സംഘർഷമുണ്ടായി. വ്യാപാരിയുടെ മൃതദേഹവുമായുള്ള ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിൽ വലിയ തോതിലുള്ള ആൾക്കൂട്ടമുണ്ടായി. അവർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും മറ്റും ചെയ്തു. പിന്നീടാണ് ഇത്തരത്തിൽ ഉള്ള കൊലപാതകങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മാരക ആയുധങ്ങളടക്കം ഈ പ്രദേശവാസികൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രയോഗിച്ചു എന്നാണ് പട്ടാളം പറയുന്നത്. പക്ഷേ പട്ടാളം പുറത്തുവിടുന്ന, അല്ലെങ്കിൽ അധികൃതർ പുറത്തുവിടുന്ന മരണസംഖ്യ ശരിയല്ലെന്നും നിരവധി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുമാണ് പ്രദേശവാസികൾ ഇപ്പോൾ പറയുന്നത്.